ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഈ ആഴ്ചയിലെ പോസിറ്റീവ് ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. ആൻഡ് ഐ ആം സുരേഷ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പോസിറ്റീവ് ഡെവലപ്മെന്റ് നടന്നിരിക്കുന്നത് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിലാണ്. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ, വലിയ ചിലവേറിയത്. അതുകൊണ്ട് തന്നെ വിരലെണ്ണാവുന്ന രാഷ്ട്രങ്ങൾ മാത്രമാണ് ഈ മേഖലയിൽ ഉള്ളത്. അവിടേക്കാണ് ISROവിന്റെ സെമി കണ്ടക്ടർ ലാബ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ലബോറട്ടറി വിക്രം 32 ബിറ്റ് പ്രോസസർ നിർമ്മിച്ചുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. വരും കാലങ്ങളിൽ ചിപ്പ് നിർമ്മാണത്തിൽ ഇന്ത്യയിൽ നിന്നും ലോകത്തിന് വലിയത് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ഡെവലപ്മെന്റ് നടന്നിരിക്കുന്നത് നികുതി മേഖലയിലാണ്. GST അല്ലെങ്കിൽ സാധന സേവന നികുതി. അത് 4 സ്ലാബുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത്. 5, 12, 18, 28. ആ 4 സ്ലാബുകളായി വിഭജിക്കപ്പെട്ട നികുതി 2 സ്ലാബുകളായി ചുരുക്കി എന്നതാണ് വലിയ മാറ്റം. ഈ ആഴ്ചയിലെ സാധാരണക്കാർക്ക് ആശ്വാസകരമായ ഒരു മാറ്റം തന്നെയാണ് അത്. മൂന്നാമത്തെ ഡെവലപ്മെന്റ് അത് സംഭവിച്ചിരിക്കുന്നത് റെയിൽ മേഖലയിലാണ്. ഭൈരാബി മുതൽ സായരംഗ് വരെയുള്ള പ്രദേശം, അവിടെ റെയിൽവേ ലൈൻ കടന്നു വന്നതോടുകൂടി മിസോറാമിന്റെ തലസ്ഥാനമായുള്ള ഐസ്വാളിലേക്കുള്ള റെയിൽവേ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമായി. 142 പാലങ്ങൾ, 48 തുരങ്കങ്ങൾ, 8,071 കോടി. ഇതാണ് ആ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാക്കുവാൻ ഇന്ത്യ ചെലവിട്ടിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ നാലാമത്തെ ഡെവലപ്മെന്റ് എന്തെന്ന് പരിശോധിക്കാം. അത് ടണൽ ബോറിംഗ് മെഷീന്റെ നിർമ്മാണ കാര്യത്തിലാണ്. ആശ്രയിച്ചിരുന്നത് ചൈനയാണ്. ആശ്രയത്വം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി BEML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം 6 മുതൽ 16.5 ഡയമീറ്റർ വലുപ്പമുള്ള ടണൽ ബോറിംഗ് മെഷീന്റെ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം.